ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ IPL മിനി ഓപ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്ക്വാഡ് അനാലിസിസ് ആണ്. സോ ചെന്നൈ സൂപ്പർ കിങ്സിനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മിനി ഓപ്ഷൻ കഴിഞ്ഞോടുകൂടി തന്നെ IPL 2024 സ്ട്രോങ് ആയിട്ടൊരു സ്ക്വാഡിനെ തന്നെയാണ് മിനി ഓപ്ഷൻ കഴിഞ്ഞോടുകൂടി തന്നെ ഇവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ മിനി ഓപ്ഷനിലെ പെർഫോമൻസ് പറയുന്നത് അസാധ്യമായിരുന്നു. കറക്റ്റായിട്ട് മികച്ച രീതിയിൽ പ്ലേയേഴ്സിനെ മേടിച്ചെടുക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6 ബൈകളാണ് ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സ് മിനി ഓപ്ഷനിൽ കൂടി നടത്തിയിരിക്കുന്നത്. 6 ടീമിനെ ബാലൻസ് ചെയ്യുന്ന കിടിലൻ സൈനിങ്ങളാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആദ്യത്തേതെന്ന് പറയുന്നത് രജിൻ രവീന്ദ്ര 1.8 കോടി. 7-8 കോടി എല്ലാ ടീമുകളും അല്ലെങ്കിൽ അനലൈസേഴ്സ് ഉൾപ്പെടെ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരു പ്ലെയറിനെ 1.8 കോടിക്ക് ചെന്നൈക്ക് സ്വന്തമാക്കാൻ സാധിച്ച ഒരു ലോട്ടറി തന്നെയാണ്. കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ T20 ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല രജിൻ രവീന്ദ്രയ്ക്ക് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. പക്ഷേ ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു ലോങ് ടൈമിലേക്ക് ചെന്നൈ ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പ്ലെയർ കൂടിയാണ് രജിൻ രവീന്ദ്ര എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ഓഫ് കോഴ്സ് ഫ്ലെമിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് രജിൻ രവീന്ദ്രയുടെ ബൈയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. മൊയിൻ അലിയുടെയൊക്കെ ലാസ്റ്റ് സീസൺ ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ രജിൻ രവീന്ദ്രയെ അവിടെ കൊണ്ടുവന്ന് എന്തുകൊണ്ടും ടീമിന് ബെനിഫിറ്റ് ആവും. അതുപോലെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാക്കി വളർത്തിയെടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഗ്രൂം ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി തന്നെയാണ് ബൈ ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നത്. 1.8 കോടിക്ക് ഉറപ്പായിട്ടും നല്ലൊരു ബൈ ആണ്. സോ ഈ ഒരു 6 അല്ലെങ്കിൽ 7-8 കോടി എക്സ്പെക്റ്റ് ചെയ്തിരുന്ന രജിൻ രവീന്ദ്രയെ 1.80 കോടിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവിടെ ചെന്നൈയുടെ പേഴ്സിൽ ബാക്കി കുറച്ച് പൈസ വന്നിട്ടുണ്ട്. ഈ ഒരു പൈസ യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞ് ചെന്നൈ വിളിച്ചെടുത്തിരുന്നത് ഷാർദുൽ താക്കൂറിനെയാണ്. ഉറപ്പായിട്ടും നമുക്കറിയാം ഷാർദുൽ താക്കൂർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. ഓൾറെഡി ചെന്നൈയിൽ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. സോ ഷാർദുൽ താക്കൂറിനെ എക്സ്പെക്റ്റ് ചെയ്തതിലും ഒരു കോടി രൂപ താഴെയാണ്. ഒരു 5 കോടി രൂപ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അതിൽ 4 കോടി രൂപയ്ക്ക് ഷാർദുൽ താക്കൂറിനെ കിട്ടി. അവിടെയും 1 കോടി രൂപയോളം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പേഴ്സിൽ ബാക്കി വന്നു. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ 1 കോടി രൂപ ഷാർദുൽ താക്കൂറിൽ നിന്നും അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും 5-6 കോടി രൂപ നമ്മുടെ രജിൻ രവീന്ദ്രയുടെ ബൈയിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിന് ബാക്കി വന്നു. ഇത് യൂസ് ചെയ്ത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ ഷാർദുൽ താക്കൂറിൻ്റെ ബൈയിലേക്ക് നോക്കുമ്പോൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന പല സമയത്തും സമ്മർദ്ദ ഘട്ടങ്ങളിലും ചെന്നൈ സൂപ്പർ കിങ്സിനെ രക്ഷിച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ദീപക് ചഹർ ഷാർദുൽ താക്കൂർ കോമ്പിനേഷനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെതും 4 കോടിക്ക് ഒരു ഡീസൻറ്റ് ബൈ തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിംഗ് ഓർഡർ ഈ ഒരു സീസണിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡെപ്ത് ഉള്ളൊരു ബാറ്റിംഗ് ഓർഡർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ 6 ബോളിംഗ് ഓപ്ഷൻ അവർക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും ഷാർദുൽ താക്കൂറിൻ്റെ വരവോടുകൂടി തന്നെ. ഓവർ എക്സ്പെക്റ്റേഷൻ അല്ല ഷാർദുൽ താക്കൂർ ബാറ്റിങ്ങിൽ, പക്ഷേ എന്നിരുന്നാലും ബാറ്റിങ്ങിൽ കുറച്ചെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഷാർദുൽ താക്കൂർ എന്നുള്ള തോന്നലുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ ഇനി ഞാൻ പറയാം ഈ ബാലൻസ് വന്ന പൈസ യൂസ് ചെയ്ത് എങ്ങനെയാണ്. ഡാരി മിച്ചൽ എന്ന പ്ലെയർ ഒരിക്കലും ഡാരി മിച്ചലിനൊരു 7 കോടി 8 കോടി രൂപയ്ക്ക് മുകളിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ അല്ലെങ്കിൽ 7 കോടി 8 കോടി രൂപയ്ക്ക് മുകളിൽ ചെന്നൈ സ്പെൻഡ് ചെയ്യുമായിരുന്നില്ല. പക്ഷേ അവിടെ ഷാർദുൽ താക്കൂറിൽ നിന്നും ബാക്കി വന്ന പൈസയും രജിൻ രവീന്ദ്രയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന പൈസയും ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയത് ഡാരി മിച്ചലിനാണ്. സോ ചെന്നൈക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. ഇത്ര പ്ലേയേഴ്സിനെ മേടിക്കുള്ളൂ അല്ലെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സിനെ മേടിച്ചെടുക്കുന്നു. അത് കറക്റ്റായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഡാരി മിച്ചലിന് വേണ്ടി 14 കോടിയോളം സ്പെൻഡ് ചെയ്യാൻ അവരുടെ അക്കൗണ്ടിൽ പൈസ ബാക്കി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡാരി മിച്ചലിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോങ് ഫോർമാറ്റിലാണ് കൂടുതൽ ബെറ്റർ എന്ന് പലരെയും തോന്നിപ്പിക്കുമെങ്കിലും ചെപ്പോക്കിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ ചെപ്പോക്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാറ്റർ തന്നെയാണ് ഡാരി മിച്ചൽ. ഓഫ് കോഴ്സ് ഹി ക്യാൻ ബോൾ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഹിറ്റർ കൂടിയാണ് ഡാരി മിച്ചൽ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന അദ്ദേഹത്തിന് ലോങ് ഫോർമാറ്റുകളിലാണ് രജിൻ രവീന്ദ്രയെ പോലെ തന്നെ. പക്ഷേ ചെന്നൈയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറും. നമ്മളത് പലതവണ കണ്ടിട്ടുള്ളതാണ്. അജിൻക്യ രഹാനെയൊക്കെ എങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് യൂസ് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ എന്തായാലും ഗ്രൂം ചെയ്ത് മാറ്റിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഡാരി മിച്ചലിൻ്റെ ബൈയും ഒരു നല്ല ബൈ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ 3 പേരുടെ കാര്യം പറഞ്ഞു, രജിൻ രവീന്ദ്ര, ഡാരി മിച്ചൽ ആൻഡ് ഷാർദുൽ താക്കൂർ. ഇനി അടുത്ത ബൈ എന്ന് പറയുന്നത് സമീർ റിസ്വിയാണ്. ഒരു അൺക്യാപ്ഡ് ആയിട്ടുള്ള യങ്ങറായിട്ടുള്ള ഒരു പ്ലെയറിന് വേണ്ടി 8.40 കോടി സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി. സത്യത്തിൽ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ചെന്നൈ എന്തെങ്കിലും കാണാതെ ഒരു യങ് ആയിട്ടുള്ള പ്ലെയറിന് വേണ്ടി 8.40 കോടി സ്പെൻഡ് ചെയ്യില്ല എന്ന് 100% മാനേജറിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് എടുത്ത് നോക്കിയത്. യങ്ങറായിട്ടുള്ള പ്ലെയർ ആണെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ബാറ്റിംഗ് സൈഡിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ഹിറ്ററാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു T20 പെർഫോമൻസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ 21 വയസ്സോളം എത്തുന്നേ ഉള്ളൂ സമീർ റിസ്വിക്ക്. നന്നായിട്ട് തന്നെ ചെന്നൈ ഗ്രൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം റണ്ണ് ചെന്നൈയിൽ തന്നെ കിട്ടാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് റിസ്വി എന്നാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഇതുവരെയുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സമീർ റിസ്വിയെക്കുറിച്ച് കൂടുതൽ ആഞ്ഞു തള്ളുന്നൊന്നുമില്ല. എന്തായാലും കളി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മുസ്തഫിസുർ റഹ്മാൻ. ഒരു ഡീസൻറ്റ് ബൈ എന്ന് ഞാൻ പറയും. പലരും അദ്ദേഹത്തിന് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാം, ബംഗ്ലാദേശിലെ ഈ ഒരു ബോളിംഗ് പിച്ചുകളിൽ അല്ലെങ്കിൽ അധികം റൺസ് ഒഴുകാത്ത
സ്ലോ ആയിട്ടുള്ള പിച്ചുകളിൽ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന മുസ്തഫിസുർ റഹ്മാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചെപ്പോക്കിലെ ആ ഒരു ഗ്രൗണ്ട്. കൂടുതൽ മത്സരങ്ങൾ ചെപ്പോക്കിൽ കളിക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളറിനെ നന്നായിട്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് യൂസ് ചെയ്യാൻ സാധിക്കും. അണ്ടർ ദ ക്യാപ്റ്റൻസി ഓഫ് MS ധോണി മികച്ച രീതിയിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറായി മുസ്തഫിസുർ റഹ്മാൻ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2 crore കിടിലം ബൈ തന്നെയാണ്. നന്നായിട്ട് തന്നെ ചെന്നൈക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് മുസ്തഫിസുർ റഹ്മാൻ. ആ കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ലാത്തതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവിനാഷ് റാവു ആരവല്ലി. അദ്ദേഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ യങ്ങസ്റ്റ് ആയിട്ടൊരു പ്ലെയറാണ്. 20 ലക്ഷം രൂപയുടെ ആ ഒരു ബൈ എന്ന് പറയുന്നത് ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ചെയ്തിരിക്കുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. സോ എന്തായാലും അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ഡെപ്തായിട്ട് പറയാൻ സാധിക്കില്ല. ഈ 6 ബൈകൾ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ചെന്നൈ ഈ 6 ബൈകൾ കൊണ്ട് അവരുടെ ടീം ഭയങ്കരമായിട്ട് ബാലൻസ്ഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ സീസണിൽ ഏറ്റവും നന്നായിട്ട് ഓപ്ഷൻ യൂസ് ചെയ്തതും ടീമിനെ ബാലൻസ്ഡ് ആക്കിയതും ആദ്യത്തെ ലിസ്റ്റിൽ 2 പേരെന്ന് പറയുന്നത് മുംബൈയും ചെന്നൈയും തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. 100% ഉറപ്പാണ് ഈ 2 ടീമും പ്ലേ ഓഫിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇനി ഗെയിമിൽ എന്താണെന്ന് അറിയില്ല, പക്ഷേ ടീം ഡെപ്ത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് പ്രോബബിൾ 11 പോയി കഴിഞ്ഞാൽ ഇതൊരു ട്രൈ മാത്രമാണ്, ഇതിൽ പാകപ്പിഴകൾ സംഭവിച്ചേക്കാം. സോ അത് നിങ്ങൾ തിരുത്തുക, നിങ്ങളുടെ ഒരു പ്രോബബിൾ 11 കമൻറ്റ് രേഖപ്പെടുത്തുക. ഓഫ് കോഴ്സ് ഡെവോൺ കോൺവേ ഋതുരാജ് കോമ്പിനേഷൻ തന്നെയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് അവിടെ പരീക്ഷിക്കാൻ സാധ്യതകൾ കൂടുതൽ. ആൻഡ് ഡാരി മിച്ചലിനെ അവിടെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ അജിൻക്യ രഹാനെ, പിന്നെ രജിൻ രവീന്ദ്ര, മൊഹിൻ അലി, സാൻഡർ, ഇതിൽ 3 പേരിൽ ഒരാൾ കളിക്കാനാണ് സാധ്യതകൾ കൂടുതൽ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഡൂബെ, റിസ്വി, ഇതിലൊരാൾ കളിക്കാൻ സാധ്യതകളുണ്ട്. പ്രോബബ്ലി അത് ഡൂബയിലേക്ക് ചാൻസ് പോകാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നത്. അതുപോലെ ഓഫ് കോഴ്സ് MS ധോണി, ദെൻ ജഡേജ, താക്കൂർ ആൻഡ് ചഹർ. ആൻഡ് ലാസ്റ്റ് ഓപ്ഷനിലായിട്ട് പതിരണ അല്ലെങ്കിൽ മുസ്തഫിസുർ റഹ്മാനെ കൂടുതലും ചെപ്പോക്കിൽ തന്നെ യൂസ് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. പതിരണ എവേ മത്സരങ്ങളിൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് ഒരു പ്രോബബിൾ 11 എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയറും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബെനിഫിറ്റുകൾ ചെന്നൈ സൂപ്പർ കിങ്സിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എനിക്കിവിടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് തോന്നിയത് ഇവരുടെ ബൈയിൽ നിന്നും ബാറ്റ് കൂടി ചെയ്യാൻ സാധിക്കുന്ന ബോളേഴ്സായിട്ടുള്ള താക്കൂറും ചഹറും അവിടെ ഉള്ളത് ഇവർക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷേ ചഹറിൻ്റെ ഇടയ്ക്കൂടെയുള്ള പരുക്ക് ചെന്നൈക്ക് ഒരു തിരിച്ചടി ആവാനുള്ള സാധ്യതകളുണ്ട്. തള്ളുകല്ല, എന്നിരുന്നാലും ചെന്നൈ ഒരു നല്ല സ്ക്വാഡിനെ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം അവർക്ക് IPL ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടറിയണം. പേപ്പറിൽ ചെന്നൈ സ്ട്രോങ് ആണെങ്കിലും ഗെയിമിലേക്ക് വരുമ്പോൾ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റുപറ്റാൻ സാധ്യതകൾ ഉണ്ട്, ഉറപ്പായിട്ടും സാധ്യതകളുണ്ട്. ഞാൻ അനലൈസ് ചെയ്തതും ഒരുപാട് വ്യത്യസ്തമായുള്ള അനലൈസുകൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകുന്നുള്ള സംശയമില്ലാതില്ലാത്ത കാര്യമാണ്. സോ എന്തായാലും തെറി പറയാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.